ഹായ് ഫ്രണ്ട്സ്, ജേണി വിത്ത് ഫാമിലിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നൊരു സൺഡേ വ്ളോഗാണ് കേട്ടോ. അപ്പോൾ രാവിലെ എണീറ്റ് ഒരു ഗ്ലാസ് വെള്ളം കുടിച്ച് കട്ടൻ ചായയൊക്കെ വെച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ച് കുടിക്കാനായിട്ട് പിന്നെ സാമ്പാർ വയ്ക്കാമെന്ന് വിചാരിച്ചു. പിന്നെ കുറച്ച് മീൻ ഇരിക്കുന്നുണ്ടായിരുന്നു, അപ്പോൾ അത് പരലാണ്, അത് വറക്കാമെന്ന് വിചാരിച്ചു. കറി വയ്ക്കാനുള്ളതില്ല. അപ്പോൾ ചോറൊക്കെ തിളപ്പിച്ചിറക്കി വെച്ചു. അപ്പോൾ ഞാൻ കുഞ്ഞു കുക്കറിൽ പരിപ്പ് അടുപ്പത്തിട്ടു കേട്ടോ. പരിപ്പ് അടുപ്പത്തിട്ട് പേടിച്ചിട്ടാണ് ഇട്ടത്, കാരണം തിളച്ച് കുളമാവുമല്ലോ. അപ്പോൾ നോക്കിയപ്പോൾ വലിയ സീനായില്ല. പരിപ്പ് അങ്ങനെ 2-3 വിസിലടിച്ച് പരിപ്പ് അവിടെ നിർത്തി വെച്ചു. എന്നിട്ട് ഞാൻ കുറച്ച് ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. രാവിലെ സാമ്പാറും കൊണ്ട് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കുറച്ച് പൊടി എടുത്തിട്ട് ആട്ടപ്പൊടി എടുത്ത് കുഴച്ച് വെച്ചു കേട്ടോ. അങ്ങനെ പരിപ്പൊക്കെ വെന്തു. അപ്പോൾ ഞാൻ കുറച്ച് കഷ്ണം, അതായത് ഒരു ഉരുളൻകിഴങ്ങ്, ഒരു സവാള, ഒരു തക്കാളി, ഒരു കുഞ്ഞ് കൊപ്പക്കായ, ചെറിയൊരു പീസ്, അപ്പോൾ അതൊക്കെ കൂട്ടി ഒരു ഡവറയിലേക്ക് പരിപ്പും ഇതൊക്കെ കൂടി വേവിച്ചതിന് ശേഷം, പരിപ്പ് ആദ്യം വേവിച്ചതിന് ശേഷം കഷ്ണങ്ങളിട്ട് വേവിച്ചു. അത് ഡവറയിലേക്ക് ഇട്ട് മഞ്ഞൾപ്പൊടി ഇതൊക്കെ ഇട്ട് തിളപ്പിച്ച് സാമ്പാർ പൊടി ഇട്ട് പുളിയൊക്കെ പിഴിഞ്ഞ് വെച്ച് തിളപ്പിച്ച് പാകത്തിനാക്കി ഞാൻ കടുക് കാച്ചി. ചെറിയൊരു സാമ്പാർ, വേറെ മുരിങ്ങക്കായും വെണ്ടക്കായും ഒന്നും ഇല്ലാത്തൊരു സാമ്പാർ. അങ്ങനെ നോക്കി കഴിഞ്ഞപ്പോൾ പിന്നെ ചപ്പാത്തി കുഴച്ചിട്ട് കുറച്ച് നേരമായല്ലോ. ഞാൻ ചപ്പാത്തി പ്രസ് എടുത്ത് ചപ്പാത്തി ചൂടാൻ നോക്കി. ചപ്പാത്തി പ്രസ് എടുത്ത് വേഗം കഴിയും. പിന്നെ 4 ചപ്പാത്തിയുള്ളൂ, ആകെ 4 എണ്ണം. അങ്ങനെ 4 ചപ്പാത്തി പ്രസ്സിൽ വെച്ച് അമർത്തി അത് കല്ല് വെച്ച് അത് ചുട്ടെടുത്തു. ഒഴിയണത് വേറെ ഒന്നല്ല കേട്ടോ, അത് വേഗം പൊളയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒഴിഞ്ഞൊഴിഞ്ഞ് നിൽക്കണത്. അപ്പോൾ പിന്നെ നമുക്ക് സമയമുണ്ടല്ലോ, പിന്നെ ഇന്ന് ഞായറാഴ്ചയല്ലേ, പ്രത്യേകിച്ച് വേറെ പരിപാടികളൊന്നുമില്ല, ജോലിക്ക് പോകണ്ട. അത് കാരണം കൊണ്ട് പിന്നെ ഒഴിഞ്ഞ് നിൽക്കാൻ നമുക്ക് സമയമുണ്ട്. അങ്ങനെ അതൊക്കെ ചെയ്ത് ചപ്പാത്തി പ്രസ് കണ്ടില്ലേ, ചപ്പാത്തി 4 ചുട്ടെടുത്തു. അങ്ങനെ ആ പണികളൊക്കെ കഴിഞ്ഞു. അതിൻ്റെ ഇടപെടെ അടിയും തോടെയൊക്കെ കഴിഞ്ഞു. അപ്പം ഞാൻ കുളിച്ച് കഴിഞ്ഞ് വന്നിട്ട് ചപ്പാത്തി കഴിക്കാമെന്ന് വെച്ചു. അപ്പോൾ ചപ്പാത്തി എടുത്തു, സാമ്പാർ എടുത്തു. നല്ല ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും കഴിക്കുമെന്ന് എനിക്കറിയില്ല, പക്ഷെ ഞങ്ങൾ കഴിക്കും. ചപ്പാത്തിയും സാമ്പാറും കഴിച്ചു. അവർക്ക് വലിയ താല്പര്യമില്ല, എന്നാലും ഉണ്ണി കഴിച്ചാറുന്നതാണ്. പക്ഷെ ആൾക്ക് പല്ലിൻ്റെ ഒരു പ്രശ്നമുള്ളത് കൊണ്ട് അത് ഒഴിവാക്കി. അപ്പം ഞാൻ മാത്രമേ കഴിച്ചുള്ളൂ. അപ്പോൾ അവർക്ക് നൂഡിൽസ് എന്ന് പറഞ്ഞിട്ട് അവർ നൂഡിൽസ് ഉണ്ടാക്കി അവർ കഴിച്ചു. ഞാൻ പറഞ്ഞില്ലേ, പിന്നെ കുറച്ച് മീൻ ഇരിക്കണ്ടായില്ല, ഞാനും തത്തിയും കൂടി അത് നന്നാക്കി കുറച്ച് മീനുള്ള അത് ഉപ്പുമുളകൊക്കെ തേച്ച് അങ്ങനെ വെച്ചു. കുറച്ച് നേരം അവിടെ ഇരിക്കട്ടെ എന്ന് ചോദിച്ചാൽ വെച്ചു. അത് കഴിഞ്ഞ് അത് വറുത്തെടുത്തു. കുറച്ച് കഴിഞ്ഞപ്പോൾ അത് വറുത്തു. അത് കഴിഞ്ഞിട്ട് ഊണ് കഴിക്കാനായിട്ട് ചോറിട്ട് കുറച്ച് സാമ്പാർ ഒഴിച്ച് പരല് വറുത്തതും കൂടിയിട്ട് ഊണ് കഴിച്ചു. അപ്പോൾ അവർക്കത് മീൻ വറുത്തതെന്തോ അവർക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. അവരങ്ങനെ കഴിച്ചില്ല. അവർ സാമ്പാർ മാത്രം കൂട്ടി ചോറ് കഴിച്ചു കേട്ടോ. പരല് എനിക്കിഷ്ടപ്പെട്ടു, കുഴപ്പമില്ല. പക്ഷെ അത് ബാക്കിയായി, അത് കുറച്ചുള്ളെങ്കിലും നാളത്തേക്കും കൂടി എടുക്കാവുന്ന വിധത്തിലായി. അങ്ങനെ ഇപ്പോൾ വൈകുന്നേരത്തിന് പൊറോട്ടയും ബീഫും. ഞാൻ ബീഫ് കഴിക്കില്ല, ഞാൻ ബീഫിൻ്റെ ഗ്രേവി മാത്രമേ കഴിക്കുള്ളൂ. ബീഫ് കഴിച്ച് എനിക്ക് വയറിന് സുഖം ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഗ്രേവി മാത്രം കഴിച്ച് പൊറോട്ട കഴിച്ചു കേട്ടോ.